ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉത്കൃത വിദ്യാഭ്യാസത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് സ്കൂളുകളിൽ നേരത്തെ എക്സാം നടന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് മലയോര പ്രദേശത്ത് മാത്രം നടന്നു വരുന്ന ഒരു കായിക ഇനം ഏതാണ്? ട്രെക്കിംഗ്, നീന്തൽ, കനോയിങ്, വാട്ടർ പോളോ. ഏതാണ്? ട്രെക്കിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2, നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനത്തിൻ്റെ പേരെന്ത്? ഭുജംഗാസനം, ശവാസനം, സുഖാസനം, താണ്ടാസനം. ഏതാണ്? താണ്ടാസനമാണ് ശരിയായിട്ടുള്ളത്. ഇനി 3, ഫുഡ് പിരമിഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാര ഘടകം ഏത്? മാംസ്യം, പാല്, മത്സ്യം, ധാന്യങ്ങൾ. ഏതാണ്? മാംസ്യമാണ്. ഓക്കെ. ഇനി 4, ലീഡറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ കളിയിലെ നിയമങ്ങൾ അനുസരിച്ചോ ചില നിബന്ധനകൾ അനുസരിച്ചോ മാത്രം ചലനങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നതിന് പറയുന്ന പേരെന്താണ്? ഘടനാപരമായ ചലനങ്ങൾ, അടിസ്ഥാന ചലനങ്ങൾ, സ്വതന്ത്ര ചലനങ്ങൾ, നിയന്ത്രിത ചലനങ്ങൾ. എന്താണ് പറയുന്നത് കൂട്ടുകാരെ? ഘടനാപരമായ ചലനങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ശരിയായ ശരീര സംസ്ഥിതി ഏതാണ്? ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഡി ആണ്. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ ബോഡിക്ക് മൊത്തം ഒരു ഫിറ്റ്നസ് ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തതെന്ന് പറയുന്നത് 6 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതാനാണ്. നാടൻ കളികളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കൂട്ടുകാരെ? നാടൻ കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഒരു സാമൂഹികരണം വരികയും അതുപോലെ തന്നെ നമുക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാനും ഏകാഗ്രത കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി സൈക്കിൾ സവാരി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ ഗുണങ്ങളാണ്? നമുക്ക് കായികക്ഷമത വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ശ്വസനക്ഷമത വർദ്ധിക്കുന്നു, കാലുകൾക്കും പേശികൾക്കും അയവ് ഉണ്ടാകുന്നു. ഇനി അടുത്തത് കായൽ പ്രതലമാക്കി നടത്തുന്ന 2 കളികളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം? കായൽ പ്രതലമാക്കിയിട്ടാണ് ഒന്ന് നമുക്ക് സ്വിമ്മിങ് നീന്തൽ നടത്താവുന്നതാണ്, അതുപോലെ തന്നെ വള്ളം കളികൾ നടത്താവുന്നതാണ്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓരോ ചിത്രം തന്നിട്ടുണ്ട്, അതിനനുസരിച്ചുള്ളത് ചേരുംപടി ചേർക്കുക. എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് വള്ളം കളിയാണ് അല്ലേ, വള്ളം കളിയാണ്. ഇനി അടുത്തത് 2ാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? രണ്ടാമത്തേത് ബോട്ടിംഗ് ആണ് അല്ലേ. 2ാമത്തേത് ഏതാണ്? അഥവാ ബീച്ച് വോളിബോൾ ആണ്. 3ാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കിംഗ് ആണ്. ഇനി അവസാനത്തേത് എന്ന് പറയുന്നത് സർഫിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാരെ മാച്ച് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കാം. 20-20-20 നിയമം വിവരിക്കാനാണ് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്താണ് കായിക സംഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പുതിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ചു മനസ്സിലാക്കി വെക്കുക. ഇനി 11-12 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 11, നിങ്ങളുടെ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഘടനാപരമായ ചലനങ്ങൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം ചെയ്യാൻ ആണ് പറയുന്നത്. എന്തെങ്കിലും പ്രവർത്തനം നമുക്ക് എഴുതാവുന്നതാണ്. സ്കൂളിലെ പരിസരം വൃത്തിയാക്കുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എഴുതാവുന്നതാണ്. ഇനി 12, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം നല്ല ശരീര സംസ്ഥിതിയും ആരോഗ്യവും കൈവരിക്കുന്നതിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഉപയോഗിക്കണം നമ്മൾ? കണ്ണിന് നമ്മൾ എന്താണ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇരുണ്ട വെളിച്ചത്തിൽ നമ്മൾ ഉപയോഗിക്കരുത്. കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ശരീര സംസ്ഥിതി കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നമ്മുടെ ഏതാണ്? അടുത്തത് കലാവിദ്യാഭ്യാസമാണ്. കലാവിദ്യാഭ്യാസത്തിലെ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതുക. 1, ആൽത്താമര ഗുഹാചിത്രം ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, സ്പെയിൻ. ഇവിടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് കൂട്ടുകാരെ? സ്പെയിനിലാണ്. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് സ്പെയിനാണ്. ഇനി അടുത്തത് 2ാമത്തേത് മയിലിൻ്റെ രൂപചലന സവിശേഷതകൾ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്ത നൃത്തരൂപം ഏതാണ്? ഗന്ധിക, മയൂര നൃത്തം,
കച്ചിഗോഡി ലയൺ ഡാൻസ്. ഏതാണ് കൂട്ടുകാരെ? ഉത്തരം എന്ന് പറയുന്നത് മയൂര നൃത്തമാണ്. ഇനി അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏത്? ചെമ്മീന്, കളിയാട്ടം, താളവട്ടം, ബാലൻ. ഏതാണ്? ഉത്തരം എന്ന് പറയുന്നത് ബാലനാണ്. ഇനി 4 ചെപ്പു കിലിക്കണ ചങ്ങാതി. ഇത് ഏത് ഗാന വിഭാഗത്തിൽ പെടുന്നു? നാടകഗാനം, വിപ്ലവഗാനം, സിനിമാ ഗാനം, വഞ്ചിപ്പാട്ട്. ഏതിലാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ നാടകഗാനത്തിലാണ് ഉൾപ്പെടുന്നത്. ഇനി 5 ഒരു ഗാനത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. അനുപല്ലവി, തുണ്ടുപല്ലവി, ചരണം, പല്ലവി. ഏതാണ് പറയുന്നത്? പല്ലവി എന്നാണ് പറയുന്നത്. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 6ാമത്തേത് തലയിൽ വസ്തുക്കൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഏതെങ്കിലും 2 നൃത്തരൂപങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? കുച്ചിപ്പിടി, അതുപോലെ തന്നെ അമർക്കുട. ഇതൊക്കെ തലയിൽ സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന നൃത്തരൂപമാണ്. 7 കർണാടക സംഗീതത്തിലെ ശബ്ദസ്വരങ്ങളിൽ ആരോഹണ ക്രമത്തിൽ വിട്ടുപോയിട്ടുള്ള സ്വരങ്ങൾ എഴുതി ചേർക്കുക. സ, ഗ, പ തന്നിട്ടുണ്ട്. ഏതാണ്? സ, രി, ഗ, മ, പ, ദ, നി എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് മുകളിൽ കൊടുത്തിട്ടുള്ള നൃത്തരൂപത്തെക്കുറിച്ച് 5 വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ഇതിനെക്കുറിച്ച് 5 വാക്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പഠിച്ചു വെക്കുക. ഇനി 10 ഇല്ലസ്ട്രേഷൻ എന്നാൽ എന്ത്? ഇല്ലസ്ട്രേഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ചെറിയ രൂപത്തിനെ വരച്ച് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നതിനെയാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുക. ഓക്കെ. ഇല്ലസ്ട്രേഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ വളരെ ലളിതമായ രീതിയിൽ വേണം വരയ്ക്കാൻ. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയും ആയിരിക്കണം. ഇനി അടുത്തത് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലെ കൂട്ടുകാർ ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു. ഇതിനായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്? ഏതൊക്കെ നേതാക്കന്മാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നോക്കുക. അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ ഭാവങ്ങൾ എന്നിവ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തത് അനുയോജ്യമായവ ചേർത്ത് ഇത് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് AR റഹ്മാൻ. AR റഹ്മാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം. എന്നാൽ പിന്നണി ഗായകനുമായി സംഗീത സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി എന്ന് പറയുന്നതോ? മമ്മൂട്ടി എന്ന് പറയുന്നത് സിനിമാ നടനാണ്. ജയചന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ്? ജയചന്ദ്രൻ എന്ന് പറയുന്നത് പിന്നണി ഗായകനാണ്. ഇനി അടുത്തത് ആഷിഖ് അബു എന്ന് പറയുന്നതോ? ആഷിഖ് അബു എന്ന് പറയുന്നത് സംവിധായകനാണ്. സന്തോഷ് ശിവൻ എന്ന് പറയുന്നത് ക്യാമറാമാനാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് തൊഴിൽ ഉത്കൃത വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. രാമുവിന് ഫ്ലെക്സി ഫയൽ നിർമ്മിക്കാൻ ആവശ്യമായ ചാർട്ട് കാർഡിൻ്റെ നീളവും വീതിയും കണ്ടെത്തി എഴുതുക. നീളം 62.5 സെൻറ്റിമീറ്റർ, വീതി 35 സെൻറ്റിമീറ്റർ, നീളം 90 സെൻറ്റിമീറ്റർ, വീതി 50 സെൻറ്റിമീറ്റർ, നീളം 70 സെൻറ്റിമീറ്റർ, വീതി 50 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി നീളം 50 സെൻറ്റിമീറ്റർ, വീതി 20 സെൻറ്റിമീറ്റർ. ഉത്തരം എന്ന് പറയുന്നത് നീളം 62.5 വീതി 35 സെൻറ്റിമീറ്റർ എന്നുള്ള ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി 2 കണക്റ്റിംഗ് വയറിൻ്റെ PVC ആവരണം എളുപ്പത്തിൽ നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഉപകരണം ഏത്? ബാറ്ററി കേസ്, സ്ക്രൂ ഡ്രൈവർ, കട്ടിംഗ് പ്ലെയർ, വയർ സ്ട്രിപ്പർ. ഏതാണ്? വയർ സ്ട്രിപ്പറാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? പേപ്പർ, ഭക്ഷ്യവസ്തുക്കൾ, ചണം, പ്ലാസ്റ്റിക്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ചണമാണ്. ഓക്കെ, ചണമാണ്. ഒരു ചിത്രം തന്നെ ഒന്നിലധികം തവണ പ്രിന്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന രീതി. ഫാബ്രിക് പെയിൻറ്, ഇനാമൽ പെയിൻറ്, സ്റ്റെൻസിലിങ്, ഓയിൽ പെയിൻറ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓയിൽ പെയിൻറ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന ഓയിൽ പെയിൻ്റ് അല്ല കേട്ടോ, സ്റ്റെൻസിലിംഗ് ആണ് ശരിയായിട്ടുള്ളത്. 5ാമത് താഴെ തന്നിരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, മത്സ്യമാംസാദികൾ, പയർവർഗ്ഗങ്ങൾ. ഏതിലാണ്? പച്ചക്കറികളിലാണ്. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 6ാമത്തേത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം. വീട്ടിലുണ്ടാകുന്ന പാഴ്വസ്തുക്കൾ മാലിന്യമായി മാറാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പറ്റും നമുക്ക്? നമുക്ക് മാലിന്യങ്ങൾ എന്താണ്, ഇപ്പോൾ പ്ലാസ്റ്റിക് പോലെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പേപ്പർ, തുണി എന്നിവ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്ക് ബയോ വേസ്റ്റിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പച്ചക്കറികൾക്കൊക്കെ വളമായിട്ടും മറ്റും മണ്ണിലൊക്കെ വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി 7 മാളവിന് പിറന്നാൾ മായി കിട്ടിയ ഉടുപ്പിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടുപ്പ് ഭംഗി കൂട്ടുവാൻ 4 വസ്ത്രാലങ്കാര രീതി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 8ാമത്തേത്
പെൻസാൻഡ് നിർമ്മിക്കാൻ ആവശ്യമായ 4 സാധന സാമഗ്രികളുടെ പേരെഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. 9ാമത്തേത് സാമൂഹ്യ മാധ്യമങ്ങൾ പദസൂര്യം കംപ്ലീറ്റ് ചെയ്യാനാണ്. റീൽസ്, പിന്നെന്തൊക്കെയാണുള്ളത്, സ്റ്റോറീസ്, സ്റ്റാറ്റസ്, അതുപോലെ തന്നെ പോസ്റ്റ്, റീപോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇതിനനുസരിച്ച് നമുക്ക് ചേരുംപടി ചേർത്ത് നോക്കാം. 1ാമത്തേത് എന്താണ്, ഫ്ലെക്സി ഫയലാണ്. 2ാമത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ്, 2ാമത്തേത് സ്റ്റെൻസിലിംഗ് ആണ്. 3ാമത്തേത് എന്ന് പറയുന്നത് പെൻ സ്റ്റാൻഡാണ്. 4ാമത്തെന്ന് പറയുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് 11, 12 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. കല്യാണിയുടെ വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ട തുകയെ പറ്റി ചർച്ച ചെയ്യുകയും വരവ് ചെലവുകൾ കണക്കുകൾ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ആഴ്ചത്തെ കുടുംബ ചെലവ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ് എന്നുള്ളത് ഇതേപോലെ വരച്ചിട്ട് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി 12, ധനുഷ് ധാരാളം കഥകളും കവിതകളും എഴുതാറുണ്ട്. പക്ഷെ ഒന്നും തന്നെ കൃത്യമായി സൂക്ഷിച്ചു വെക്കാൻ ധനുഷ് ഉത്സാഹം കാട്ടാറില്ല. ഫ്ലെക്സി ഫയലുകളെ കുറിച്ച് ധനുഷിന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് നിർമ്മിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ ഘടകങ്ങളും വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും പോയിട്ട് കൂട്ടുകാർ കാണുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.